അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിന്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാഷ് അഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അദർസു സാദിസ് 6ാമത്തെ പാഠം അൽ മുഅ്മിനു ഖാരിജൽ ബൈത്ത്. നമുക്കപ്പോൾ വായിച്ചു നോക്കാം. ഉസ്താദ് പറഞ്ഞു, മറ്റന്നാൾ നബിദിനമാണ്. നാളെ എല്ലാവരും നേരത്തെ വരണം. നമ്മുടെ മദ്രസയും പരിസരവും നമ്മുടെ നാട്ടിലെ റോഡുകളുമെല്ലാം നമുക്ക് വൃത്തിയാക്കണം. ഒരിക്കൽ മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദും സ്വഹാബിയുമായ വഅഖിൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ ഒരു മാലിന്യ കൂമ്പാരം അവർ കണ്ടു. ഉടനെ ഉസ്താദ് അതെല്ലാം വാരി വൃത്തിയാക്കി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും ഒരു മാലിന്യ കൂമ്പാരം കണ്ടു. മുആവിയത്ത് ബിൻ ഖുർറ റളിയല്ലാഹു അൻഹു അതെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, നീ എന്തിനാണിത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഉസ്താദ് ചെയ്തത് കണ്ടതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ അവന് ഒരു ഹസനത്ത് എഴുതപ്പെടും. ഒരാൾക്ക് ഒരു ഹസനത്ത് സ്വീകരിക്കപ്പെട്ടാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മഹാന്മാരായ 2 പണ്ഡിതന്മാർ റോഡ് വൃത്തിയാക്കുന്നതാണ് നാം ഈ ചരിത്രത്തിൽ കാണുന്നത്. അവരാണ് നമ്മുടെ മാതൃക. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. വീട്, മസ്ജിദ്, വിദ്യാലയം, വായനശാല, ജോലിസ്ഥലം, അങ്ങാടി, കളിസ്ഥലം, പൊതുവാഹനങ്ങൾ തുടങ്ങിയവ നാം ബന്ധപ്പെടുന്ന പൊതു ഇടങ്ങളാണ്. ഇവയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. അവിടെയെല്ലാം മര്യാദ പാലിച്ച് ഇടപെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ വഴിയോരങ്ങളിലിരിക്കരുത്. സ്വഹാബികൾ ചോദിച്ചു, അവിടെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഇടങ്ങളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഴിയരികിലിരിക്കൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ വഴിയുടെ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കുക. ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവയാണ് ആ അവകാശങ്ങൾ. അങ്ങാടിയിലെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസ്ജിദുകളും ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളുമാണ്. അങ്ങാടിയിൽ കൂടുതൽ സമയം ചെലവഴിക്കരുത്. പിശാചിന്റെ സങ്കേതമാണ് അങ്ങാടി. മസ്ജിദിലേക്ക് വലതു കാൽ വെച്ചും അങ്ങാടിയിലേക്ക് ഇടതു കാൽ വെച്ചുമാണ് കയറേണ്ടത്. രണ്ടിടത്തേക്കും കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള ദിക്റുകൾ വളരെ പ്രധാനമാണ്. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ചൊല്ലൽ സുന്നത്താണ്. നിരത്തുകൾ, ജലസ്രോതസ്സുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. വാഹനങ്ങൾ ഒതുക്കി നിർത്തണം. പൊതുസ്ഥലങ്ങൾ മലിനമാക്കരുത്. വഴി തടസ്സപ്പെടുത്തരുത്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാം. ബൈത്ത് വീട്, ത്വരീഖ് വഴി, മസ്ജിദ് പള്ളി, മംബഉൽ മാ ജലസ്രോതസ്, സൂഖ് അങ്ങാടി, കഫുൽ അസാ ഉപദ്രവം തടയുക, മദ്രസ
വിദ്യാലയം. റദ്ദുസ്സലാം, സലാം മടക്കുക. മൽഅബ്, കളിസ്ഥലം. അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. ദാറുൽ മുതാലഅ, വായനശാല. അഹബ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അൽ മർക്കബുൽ ഉമൂമി, പൊതുവാഹനം. അബ്ഗൽ, ഏറ്റവും വെറുപ്പുള്ള. അദബ്, മര്യാദ. ഖുലുഖ്, സ്വഭാവം. അടുത്ത പേജ് നോക്കൂ. റല്ലുൽ ബസർ, ദൃഷ്ടി താഴ്ത്തുക അല്ലെങ്കിൽ കണ്ണു ചിമ്മുക. അടുത്തത് യുഹി വ യുമീത്, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നംല ഉൽ ഫറാഹ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. അഹബുൽ ബിലാദി ഇലല്ലാഹി ഡാഷ് അസ്വാഖുഹ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മസാജിദുഹ വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി. നമുക്കിപ്പോൾ ചേർത്ത് വായിക്കാം. അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ വ അബ്ഗലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. രണ്ടാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു ഡാഷ് അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വ യുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ. നമുക്കിപ്പോൾ ചേർത്ത് വായിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹി വ യുമീതു വഹുവ ഹയ്യുൽ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നസ്കുറു വനക്തുബു ദിക്ർ, മനപ്പാഠത്തിൽ നിന്ന് എഴുതാനുള്ളതാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം നാം ഏതൊക്കെ ദിക്ർ ചൊല്ലും ആ ദിക്റുകൾ എഴുതണം. 1. മസ്ജിദിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക. 2. മസ്ജിദിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. 3. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. 4. വീട്ടിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ റബ്ബനാ തവക്കൽന. 5. ടോയ്ലറ്റിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. 6. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നി അൽ അദാ വ ആഫാനി. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബൽ ഖിസ്സ, മുആവിയത്ത് ബിൻ ഖുറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര സംഭവം എഴുതുക. അപ്പം നോക്കൂ. ഒരിക്കൽ മുആവിയത്ത് ബിൻ ഖുറാർ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദ് മുഅഖിൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയിൽ ഒരു മാലിന്യ കൂമ്പാരം കണ്ട ഉടനെ ഉസ്താദ് അതെല്ലാം വൃത്തിയാക്കി. കുറച്ചു ദൂരം ചെന്നപ്പോൾ വീണ്ടും ഒരു മാലിന്യ കൂമ്പാരം കാണുകയും മുആവിയത്ത് ബിൻ ഖുറാർ റളിയല്ലാഹു അൻഹു അതെല്ലാം വൃത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, നീ എന്തിനാണിത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നേരത്തെ ഉസ്താദ് ചെയ്തത് കണ്ടതുകൊണ്ടാണ് താനിത് ചെയ്തത്. അപ്പോൾ ഉസ്താദ് അദ്ദേഹത്തോട് പറഞ്ഞു, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കിയാൽ അവന് ഒരു ഹസനത്ത് എഴുതപ്പെടും. ഒരാൾക്ക് ഒരു ഹസനത്ത് ലഭിച്ചാൽ തന്നെ അയാൾ സ്വർഗത്തിൽ പോവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, വഴിയരികിൽ ഇരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ഏതെല്ലാം? ഉത്തരം, ദൃഷ്ടി താഴ്ത്തുക, ഉപദ്രവം തടയുക, സലാം മടക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക എന്നിവയാണവ. രണ്ടാമത്തെ ചോദ്യം, ദൃഷ്ടി താഴ്ത്തുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം, ഹറാമായ കാര്യങ്ങളെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുക എന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, ഉപദ്രവം തടയുക എന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഉത്തരം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കലും അക്രമങ്ങൾ തടയലും വഴി തടസ്സപ്പെടുത്താതിരിക്കലുമാണ് അതിൻ്റെ ഉദ്ദേശം. നാലാമത്തെ ചോദ്യം, അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടി. കാരണമെന്ത്?
ഉത്തരം അങ്ങാടി പിശാചിന്റെ സങ്കേതമായതിനാൽ. അഞ്ചാമത്തെ ചോദ്യം, അങ്ങാടിയിലേക്ക് പ്രവേശിക്കേണ്ടത് ഏത് കാൽ വെച്ചാണ്? ഉത്തരം ഇടത് കാൽ. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം തഖ്സീസ്. നിങ്ങൾ ഇടപെടുന്ന പൊതുസ്ഥലങ്ങൾ ഏതെല്ലാം? അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഈ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം നിർദ്ദേശിക്കുക. ആദ്യം നമ്മൾ ഇടപെടുന്ന പൊതുസ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 1 വിദ്യാലയം, 2 വായനശാല, 3 ബസ് സ്റ്റോപ്പ്, 4 റെയിൽവേ സ്റ്റേഷൻ, 5 കളിസ്ഥലം, 6 മസ്ജിദ്, 7 ജോലിസ്ഥലം, 8 പൊതുവാഹനങ്ങൾ. ഇനി അവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാലയം, ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ, കളിസ്ഥലം, ജോലിസ്ഥലം എന്നിവിടങ്ങളിൽ പൊതുവായി കാണുന്ന പ്രശ്നങ്ങൾ ബാത്റൂമുകളുടെ ശുചിത്വമില്ലായ്മയാണ്. അതുപോലെ തന്നെ ആളുകൾ തുപ്പിട്ടിരിക്കുന്നു. ഇത് പലപ്പോഴും പല അസുഖങ്ങൾക്കും കാരണമാകുന്നു. പലയിടങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ. ഇനി ഇതിൻ്റെ പരിഹാര മാർഗം നോക്കാം. എല്ലായിടത്തും നാം ഓരോരുത്തരും ശുചിത്വം പാലിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രവണത തടയാൻ കഴിയൂ. മാലിന്യങ്ങൾ കൃത്യമായി നശിപ്പിച്ചു കളയുക. വഴികളിൽ അലക്ഷ്യമായി ഒന്നും വലിച്ചെറിയാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ്. ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.